മാർക്സിസ്റ്റ് നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ സഖാവ് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ബുദ്ധി കേന്ദ്രം എ പത്മകുമാർ എന്ന് പ്രത്യേക അന്വേഷണ സംഘം. ചെമ്പുപാളി എന്ന് ദേവസ്വം മിനിറ്റ്സിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് പത്മകുമാർ എന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. നടപടിക്രമം മറികടന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാർ സഹായിച്ചു. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പത്മകുമാർ ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. എന്തൊക്കെയാ നീ പറഞ്ഞത്? ഫ്ലാഷ് ബാക്ക്. ഒരു പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും ശബരിമലയിൽ നിന്ന് സ്വർണ്ണം ഒന്നും അടിച്ചു മാറ്റാൻ ഒക്കത്തില്ല എന്നുള്ളത് എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇപ്പോ എന്തായാലും ഇങ്ങനെയുള്ളൊരു സംഭവം വന്നത് അവിടെ നിന്ന് കലങ്ങി തെളിയാനുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അതിന്റെ ഒരു കലക്കം ഇപ്പോൾ ഉള്ളത്. ആ കലക്കം മാറട്ടെ, ഈ കലക്കം തെളിയും. ഒരക്ഷരം പോലും തെറ്റിയില്ല. ഞാനിപ്പോ 1.5 കിലോയുടെ കണക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇതൊക്കെ തിരുവാഭരണം കമ്മീഷൻ അല്ലേ അതൊക്കെ നോക്കേണ്ടത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കിലോ കണക്കിന് തൂക്കി നടക്കുകയല്ലോ. ആ ചോദ്യങ്ങൾക്കെല്ലാം കിലോയോ അല്ലെ ഗ്രാമോ ഒന്നും ഉത്തരം പറയാൻ ഞാനില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. എന്റെ കർത്താവേ, ഇതൊക്കെ സത്യമാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. പത്മകുമാറിന്റെ അറസ്റ്റിൽ എന്നാൽ മന്ത്രി വാസവൻ ഒന്നും പ്രതികരിച്ചിട്ടില്ല. രാഷ്ട്രീയ കാര്യങ്ങൾ പ്രതികരിച്ചൂടെ? ഈ പത്മകുമാറിന്റെ അറസ്റ്റുള്ള കാര്യങ്ങളൊക്കെ ഇല്ല. ഒരു കാര്യം എനിക്ക് പറയാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞാൽ പിന്നെ അതനുസരിച്ച് ശബരിമല എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് ഈ ശബരിമല ഉള്ളത്. നാനാ ജാതി മതസ്ഥരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമായിട്ടുള്ള ഭക്തന്മാർ കൊണ്ടുവന്ന് കാണിക്കയിടുന്നത്, വഴിപാടിന് കൂപ്പൺ കൊടുത്ത് സമാഹരിക്കുന്നതുമായ പൈസയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വരുമാനം. ഈ വരുമാനം കൊണ്ടാണ് ദേവസ്വം ബോർഡ് തന്നെ നിലനിൽക്കുന്നത്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? അപ്പൊ ദേവസ്വം ബോർഡിൽ പ്രസിഡന്റായിട്ടും മെമ്പർമാരായിട്ടും വരുന്ന ആളുകൾ കാലാകാലങ്ങളിൽ അമ്പലക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അത് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോഴും വലിയ വ്യത്യാസമില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റാകാനും മെമ്പർമാരാകാനൊക്കെ ആൾക്കാർ ഇടികൂടുന്നത് പ്രധാനമായിട്ടും അവിടെ കൈയിട്ട് വരാൻ സാധ്യത കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഈ കിട്ടുന്ന പൈസയ്ക്ക് കൃത്യമായ കണക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് ശരി. മറ്റു തരത്തിലുള്ള കൊള്ളകൾ നടത്തിയാൽ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കപ്പെടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. കാര്യം ഹൈക്കോടതിയുടെ നിയന്ത്രണമൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതൊന്നും ഒട്ടും പര്യാപ്തമല്ല ഇതുപോലുള്ള അഴിമതി തടയാനായിട്ട്, അല്ലെങ്കിൽ പകൽ കൊള്ള തടയാനായിട്ട്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ പ്രസിഡന്റായിട്ട് വന്ന ആളാണ് സഖാവ് പത്മകുമാർ. പത്മകുമാറിന്റെ നിയമനാധികാരി അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കടകംപള്ളി സുരേന്ദ്രനും, പിന്നെ സുരേന്ദ്രന്റെ മുതലാളിയായിരിക്കുന്ന നമ്മുടെ കാരണഭൂതൻ സഖാവ് പിണറായി വിജയനുമാണ്. അയ്യോ, ഞാനോ? മനസാ വാചാ കർമ്മണാ വേണ്ട. ആറന്മുളയിലെ ഒരു ഭക്ത കുടുംബത്തിൽ ജനിച്ച പത്മകുമാർ എക്കാലവും പിണറായിയുടെ തികഞ്ഞ വിശ്വസ്തനായിരുന്നു. CPM-ലെ ഗ്രൂപ്പ് വഴക്ക് പാരമ്യത്തിൽ എത്തിയ സമയത്ത് സകല പത്തനംതിട്ട നേതാക്കളും VS അച്യുതാനന്ദന്റെ പിന്നിൽ അണിനിരുന്നപ്പോൾ കട്ടയ്ക്ക് പിണറായിക്കൊപ്പം നിന്ന നേതാവായിരുന്നു പത്മകുമാർ. അതാണ് ഞാൻ ഇവരെങ്ങനെ ശിഷ്യനായിട്ട് കൊണ്ടിറക്കണേ. ആ നന്ദി ഇവരുണ്ട് കേട്ടോ. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. കേവലം 25 വയസ്സുള്ളപ്പോൾ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി. പിന്നീട് ചെറുപ്പം മാറുന്നതിന് മുൻപ് തന്നെ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം സത്യം. 34-ാമത്തെ വയസ്സിൽ കോന്നി MLA ആയി. 68 വയസ്സുകാരനായ പത്മകുമാർ 42 വർഷം CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണ്. തലവരെ അല്പം മാറിപ്പോയതുകൊണ്ട് മാത്രമാണ് മന്ത്രിയാവാതിരുന്നത്, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പ്രവേശിക്കാതെ പോയത്. അപ്പൊ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു കറക്ക് കമ്പനിയാണ് അന്ന് ദേവസ്വം ബോർഡും ശബരിമലയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളുണ്ടാകും. ആ സമയത്ത് പിണറായി വിജയന്റെ പ്രധാന കയ്യാളായിട്ട് നിന്ന ആള് സത്യത്തിൽ പത്മകുമാറല്ല, ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന സഖാവ് വാസുവാണ്. പിന്നോനെ കിട്ടണ്ട. വാസു ഒരു അറിയപ്പെടുന്ന സഖാവാണ്. അദ്ദേഹം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. പിന്നീട് മന്ത്രി ഗുരുദാസന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ആളാണ്. മാനദണ്ഡങ്ങളിൽ പോലും മായം ചേർത്തുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിരുന്ന ആളാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ലേ. കമ്മീഷണർ സ്ഥാനം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് ചെയർമാന്റെ ഭാരിച്ച ഉത്തരവാദിത്വം കൂടി കിട്ടി. കമ്മീഷണർ പ്രൊമോഷൻ കിട്ടി. ചെയർമാനായ ആദ്യത്തെ ഇതപര്യന്ത അവസാനത്തെ ആള് വാസുവാണ്. ഈ ശബരിമലയിൽ കൊള്ള നടന്നു എന്ന് കേട്ടപ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ കൂടി കടന്നുപോയ ചിത്രം സഖാവ് വാസുവിന്റെ. സ്വർണം ചെമ്പാക്കിയത് വാസു, വെള്ളം വീഞ്ഞാക്കിയത് യേശു എന്ന രീതിയിൽ ചില ട്രോളുകൾ പോലും ആ സമയത്ത് പ്രത്യക്ഷപ്പെട്ടു.
അതിന്റെ ഒരു രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സഖാവ് പത്മകുമാറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു പങ്കുമില്ല എന്ന് ഇനി പറയാൻ പറ്റുകയില്ല. ഈ കളവ് നടന്നിട്ടുള്ളതിന്റെ ഉത്തരവാദിത്വം വാസുവിന് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല, മുരാരി ബാബുവിന് മാത്രമല്ല, പത്മകുമാറിനോ കൂടെ ഉണ്ടായിരുന്ന മറ്റ് മെമ്പർമാർക്കോ മാത്രമല്ല. ഇതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ കൂടി മുതലാളിയായിരിക്കുന്ന സഖാവ് പിണറായി വിജയനുമാണ്. ഇവരെ ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ ഈ കാര്യത്തിന്റെ നിജസ്ഥിതി പുറത്തു വരും. അല്ല, ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ തന്നെ വിധിയാമണ്ണം ചോദ്യം ചെയ്താലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരും. കണ്ടുപിടിച്ച അകത്താവുന്ന കേസാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും എന്നെ കൈവിടില്ല എന്നുള്ള തന്നെ കൈവിടാനോ? ഇത് തീർച്ചയായിട്ടും കേവലം ഒരു വാസുവിൽ ആരംഭിച്ച് പത്മകുമാറിൽ അവസാനിക്കുന്ന ഒരു സംഗതിയല്ല. കാരണം അത്ര നിസ്സാരമായിട്ട് ശബരിമല പോലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി അടർത്തിയെടുക്കുന്ന സമയത്ത് രേഖകളിൽ മായം ചേർത്ത് ഈ അടർത്തിക്കൊണ്ടു പോകുന്ന സാധനം ചെമ്പാണെന്നും ഇത് സ്വർണം പൂശി തിരിച്ചേൽപ്പിക്കാനാണ് കൊണ്ടുപോകുന്നത് എന്നും രേഖപ്പെടുത്താൻ പറ്റുകയില്ല. 100% ഞാൻ യോജിക്കുന്നു. അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന്റെ പുറകിൽ വലിയ ഗൂഢാലോചനയും ആസൂത്രണവും മുന്നൊരുക്കവും എല്ലാ വിധത്തിലുള്ള സജ്ജീകരണവും ഉണ്ടായിരിക്കണം. അത് കേവലം പത്മകുമാറിനോ അല്ലെങ്കിൽ വാസുവിനോ മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അതൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ മുരാരി ബാബുവിനോ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യവുമല്ല. അപ്പൊ ഉന്നത തലത്തിലുള്ള ഗൂഢാലോചനയും ആസൂത്രണവും തയ്യാറെടുപ്പും ഈ തട്ടിപ്പിനുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാം കയ്യിൽ നിന്ന് പോവാ. അപ്പൊ ജയിലല്ലെങ്കിൽ മരണം, അത് ഏതാണ്ട് ഉറപ്പായല്ലേ? ഈ അന്വേഷണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയിലേക്കോ അന്നത്തെ സെക്രട്ടറിയിലേക്കോ അന്നത്തെ മുഖ്യമന്ത്രിയിലേക്കോ പോയി ചേർന്ന് എത്തിയാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. എന്താ ഉറക്കം വരുന്നു? കാരണം അത്ര വലിയ അതിക്രമമാണ്, അത്ര വലിയ കൊള്ളയാണ്, പകൽ കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്. എന്താ ഒരു പോംവഴി? അങ്ങയുടെ നിർദ്ദേശപ്രകാരം ഞാനിത് ചെയ്തു എന്ന് സമ്മതിക്കേ നിവൃത്തിയുള്ളൂ. സഖാവ് തന്നെ അവരോടൊന്ന് സംസാരിച്ച് എങ്ങനെയെങ്കിലും എന്റെ തലയിൽ നിന്നൊന്ന് ഊരിത്തരണം. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്നാണ് ഇപ്പോൾ സഖാക്കൾ പറയുന്നത്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കാൻ പോരാ, അവരെ കൊണ്ട് ഉപ്പ് തീറ്റിച്ചവരും വെള്ളം കുടിക്കേണ്ടതായിട്ടിരിക്കും. ഒരു കാരണവശാലും എനിക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ല. സഖാവ് പറഞ്ഞിട്ടില്ല ഞാൻ. അതിന് തെളിവൊന്നുമില്ലല്ലോ. നമ്മുടെ നാട്ടിൻപുറത്ത് പണ്ട് ഒരു ചൊല്ലുണ്ട്, ശബരിമല അയ്യപ്പനോട് കളിക്കരുത്. സത്യം പറഞ്ഞാൽ ഈ ദൈവം ഇല്ല എന്ന് പറയുമ്പോഴും ദൈവം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചു പോകുന്നത്, അല്ലെങ്കിൽ ശബരിമല അയ്യപ്പന് ശക്തിയുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇതുപോലുള്ള സംഗതികൾ പുറത്തു വരുമ്പോഴാണ്. ശബരിമലയിൽ യുവതികളെ ഇടിച്ചു കയറ്റാൻ നിയമവിരുദ്ധമായി ശ്രമിച്ചവർ തന്നെ അയ്യപ്പന്റെ പേരിൽ പേരെടുക്കാൻ ശ്രമിച്ചപ്പോൾ അയ്യപ്പൻ പണി കൊടുത്ത് ഓരോരുത്തരായി ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നെ ജീവനോടെ കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടോണം, നാളത്തെ കാര്യം സംശയമാണ്. എന്തെല്ലാം കള്ളങ്ങൾ പറഞ്ഞാലും ഏത് ആഗോള അയ്യപ്പ സംഗമം നടത്തി വോട്ട് പിടിക്കാൻ ശ്രമിച്ചാലും അയ്യപ്പ ദ്രോഹികളാണ് എന്നതിന് അടിവരയിടുകയാണ് ഈ സംഭവങ്ങൾ. അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളും മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളും ഒക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഈ യാഥാർത്ഥ്യം പുറത്തു വന്നത് അയ്യപ്പ സ്വാമിയുടെ ശക്തി കൊണ്ടാകാൻ തരമുള്ളൂ. സ്വാമിയെ ശരണം അയ്യപ്പ.